മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായി നന്മ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ആമേൻ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാകട്ടെ. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ നിങ്ങൾക്ക് ഞാൻ വരുത്തും. ഈ വചന ശുശ്രൂഷയിലൂടെ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ അനുഗ്രഹവും നന്മയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. മുൻകാലങ്ങളിൽ എന്നതിനേക്കാൾ കൂടുതൽ വലിയ നന്മകൾ കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തെ ഒരുക്കും, നിറയ്ക്കും. ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ഇതിനേക്കാൾ വലിയവ നിങ്ങൾ കാണും. നഥാനിയേലിനോട് യേശു പറയും, ഇതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ വലിയ നന്മ, ഇതിനേക്കാൾ വലിയ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയവ നിങ്ങൾ കാണും. യെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വര എന്ന തലക്കെട്ടോടുകൂടി ദൈവവചനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എസക്കിയേൽ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവന്ന് അസ്ഥികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ദൈവം എസക്കിയേൽ പ്രവാചകനോട് ചോദിച്ചു, എന്ത് കാണുന്നു? കുറെ അസ്ഥികൾ ഞാൻ കാണുന്നു. ദൈവം വീണ്ടും ചോദിച്ചു, പ്രവാചക, ഇത് ജീവിക്കുമോ? പ്രവാചകൻ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, ജീവിക്കും, ജീവിക്കുകയില്ല, സംശയമുണ്ട്, സംശയമില്ല, ഇതൊന്നുമല്ല പറഞ്ഞത്, എല്ലാം അങ്ങേക്കറിയാലോ. അസ്ഥികളെ മുഴുവൻ കുറെ എല്ലും കഷ്ണത്തെ നോക്കിയിട്ട് ഇത് ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഏതൊരു സാധാരണക്കാരനും പറയാം ഇത് ജീവിക്കത്തില്ല, അത് വെറും എല്ലായി പോയില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? എസക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ കാണുന്നത് വെറും എല്ല് കഷ്ണങ്ങളാണെങ്കിലും അത് ജീവിക്കുമോ എന്ന് എന്നോട് ചോദിച്ചില്ലേ? അത് അങ്ങേക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങളെ നോക്കിയിട്ട് വല്ലതും നടക്കുമോ? വല്ലോ മാറ്റം നടക്കുമോ? വല്ലോ അത്ഭുതം ദൈവം ചെയ്യുമോ? ഈ അവസ്ഥയെ ദൈവം മാറ്റുമോ? നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചു കൊള്ളുക, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിനെല്ലാം അറിയാം. ദൈവം നോക്കുക, അസ്ഥിക്കുഴിയിൽ താഴ്വരയിൽ കിടന്ന എല്ലിനെ ദൈവം ചലിപ്പിച്ച ദൈവമാണ്. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലെ എസക്കിയേൽ പ്രവാചകൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അസ്ഥികളോട് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അസ്ഥികൾ ചേരേണ്ടതിനോട് ചേർന്നു. ജീവനില്ലാത്ത എല്ലും കഷ്ണത്തെ ചേർക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ജീവനുള്ള എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി ദൈവത്തിന് സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ കഴിയും, അത്ഭുതമാക്കാൻ കഴിയും.